നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ തീർത്തും സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അല്ലേ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മലപ്പുറം ഇടവണ്ണപ്പാറയിലെ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണെന്ന് പറഞ്ഞാണ് എൻ്റെ കേസ് എടുത്തത്. പക്ഷേ കൊലപാതകമാണെന്നും ആത്മഹത്യയാണെന്നും ഒക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. എന്തായാലും അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഒരുവിധമുള്ള പെൺകുട്ടികളൊക്കെ കരാട്ടെ പഠിക്കാൻ പോകുന്നിടത്ത് അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് അറിയാം ഇപ്പോൾ അവർക്ക് തീർത്തും ഒരു സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ രക്ഷകർത്താക്കൾ പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ ആ രക്ഷകർത്താക്കൾ പറഞ്ഞു വിടുന്നത് തീർത്തും അനുയോജ്യമല്ലാത്തടത്തേക്ക് പറഞ്ഞു വിട്ടാലത്തെ സ്ഥിതിയാണിത്. കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ അധ്യാപകൻ, ഈ സിദ്ദീഖ് അലി എന്ന് പറയുന്ന ഈ അധ്യാപകൻ്റെ പേരിൽ മുൻപും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് പോലും വീണ്ടും ആ സിദ്ദീഖ് അലിയുടെ അടുത്തേക്ക് തന്നെ ഈ കുട്ടികളെ കരാട്ടെ പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ട രക്ഷകർത്താക്കളെ കൂടെയാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവണ്ണപ്പാറ മലപ്പുറത്ത് ഒരു പെൺകുട്ടി മരിച്ചു. അപ്പോൾ അത് പൂർണ്ണ നഗ്നയായിട്ടാണ് അതിൻ്റെ ബോഡി ആ ആറ്റിൽ നിന്ന് കിട്ടിയത്. 2 വർഷം മുൻപ് ഒരമ്മ ഇപ്പോൾ ഈ ഒരു ട്രെയിനറെ പറ്റി, ഈ സിദ്ദീഖ് അലി എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനറെ പറ്റി, അതായത് ഈ കരാട്ടെ മാസ്റ്ററെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർ ഒരു പോസ്റ്റ് ഇട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ സിദ്ദീഖ് അലി എന്ന് പറയുന്ന ഈ ആള് ഭയങ്കര കുഴപ്പമാണ്, അല്ലെങ്കിൽ അങ്ങേര് പഠിക്കാൻ വരുന്ന കുട്ടികളടുത്ത് കുട്ടി എന്ന രീതിയിലല്ല കാണുന്നതെന്നുള്ള രീതിയിൽ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരും അത്ര മുഖവിലേക്ക് എടുത്തില്ല. ഒരു മരണം വേണ്ടി വന്നു അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാൻ. നമുക്ക് എന്തായാലും ആ അമ്മ പറയുന്ന വാക്കുകളൊന്ന് കേട്ട് നോക്കാം. പേര് പറയാൻ ഒരു പേടിയും തോന്നുന്നില്ല. ഇനി ഒരു കുട്ടി പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. മക്കള് മരിച്ചാൽ മാത്രല്ല കേസും കാര്യങ്ങളും. നമ്മുടെ മക്കള് ഒരു പോക്സോ കേസ് കൊടുത്തെന്ന് വെച്ച് എങ്ങനെ നമ്മുടെ മക്കളുടെ അപമാനം നഷ്ടപ്പെടാനാണ്? ഈ ഒരു വാർത്ത ഒരിക്കലും പങ്കുവെക്കാൻ അവസരം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുമ്പ് 2021 ജനുവരി ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ്. വാഴക്കാട് ആ ഒരു കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി എന്നുള്ള അയാളുടെ അടുത്ത് പക്ക ക്രിമിനലാണ്. അവിടെ കരാട്ടെ പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന്. വ്യക്തിപരമായി ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു അമ്മയാണ്. പക്ഷെ എല്ലാവരും അവിടെ പറഞ്ഞയച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ടെ ക്ലാസ് കഴിയുന്നത് വരെ അവിടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ അധ്യാപകനെ ആളെ പറയാൻ പറ്റില്ല. പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതിന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു. സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ല അവിടെ ഉള്ളത്. ഫസ്റ്റ് ദിവസം തന്നെ ഫീസും കാര്യങ്ങളും ഒക്കെ കൊടുത്തെങ്കിലും ഏകദേശം ഒരു 4-5 ക്ലാസ്സിന് മാത്രമേ ഞാൻ എൻ്റെ മകളെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 4-5 ക്ലാസ് കൊണ്ട് തന്നെ അത്രമാത്രം അവിടുത്തെ ഒരു തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോട് പറയാൻ അന്ന് നിന്നിരുന്നില്ല. പിന്നെ പത്രത്തില് പോക്സോ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത്ഭുതോ, ഞാൻ എന്താണോ ഭയന്നത് അത് സംഭവിച്ചതിലുള്ളൊരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ അപ്പം ആ പത്ര കട്ടിങ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. ദയവ് ചെയ്ത് ആ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്തുന്നത് ഏകദേശം 5 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അവിടെ ചേർത്താൻ പോയി ആ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഒരു മാസ്മരിക വലയം അയാൾ അയാൾക്കും ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതൊരു പ്രത്യേക ഫീലിങ്. 2 ദിവസം ക്ലാസ്സിന് പോയി 3-ാമത്തെ ദിവസം ലീവ് എടുക്കേണ്ടി വന്നപ്പോ മോള് ലീവ് എടുക്കരുതെന്ന് മാഷ് പറഞ്ഞാണ്. ഒരു പ്രത്യേക അയാൾക്കൊരു ദൈവിക പരിവേഷം കുട്ടികൾ കൽപ്പിച്ചു കൊടുക്കുന്ന മാതിരി മോളുടെ പോലും സംസാരത്തിലായപ്പം എനിക്ക് ഒന്നാമത് അത് ഒറ്റയടിക്ക് ഫീൽ ചെയ്തു. എന്നെക്കാളധികം മറ്റൊരാളെ ഇതാവുന്നത് അധ്യാപകനല്ല ആരായാലും അതെനിക്ക്
പക്ഷെ മാത്രല്ല പിന്നത്തെ ക്ലാസ്സിലൊക്കെ വേറൊരു അവിടുത്തെ മുതിർന്ന കുട്ടികളും അയാളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും കാണുമ്പോൾ അവിടുത്തെ സംസാരങ്ങളും ഒരിക്കലും ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു. ഒരു തരം അവസ്ഥ. ഇന്ന് മലയാള മനോരമ ന്യൂസിൽ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി പറയുന്നത്, ഞാൻ എന്താണോ ആ 2-3 ദിവസങ്ങളിൽ അവിടെ ഒരു 5 ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അവിടുന്ന് അനുഭവിച്ച അത് തന്നെ ആ കുട്ടി പറയുമ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ 2 വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞയക്കരുത് എന്ന്. ലാസ്റ്റ് ആളുകൾക്ക് ഇപ്പൊ ബോധം വരാൻ ആ നാട്ടുകാരോട് ഞാൻ അന്ന് അറിയുന്നവരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞതാണ്, രാഷ്ട്രീയക്കാരോട് വിളിച്ച് പറഞ്ഞതാണ്, എല്ലാവരോടും പറഞ്ഞതാണ് ആ ഒരു സ്ഥാപനം ഇനി അവിടെ നടക്കരുത് എന്ന്. അവിടെ നടക്കുന്നത് വേറെ ഒരു കരാട്ട പഠനം ആയിരുന്നില്ല. അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. വീടിന്റെ മുകളിൽ പുറത്തു കൂടിയും അതേ സമയം വീടിന്റെ ഉള്ളിലേക്കും ആ ക്ലാസ്സിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നു. അയാളെ ഭാര്യയും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊരു നിസ്സഹായ ജന്മം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അബ്നോർമൽ പോലെ, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്തൊരു സ്ത്രീ പോലെയായിരുന്നു. ഇയാൾ അങ്ങനെ ആക്കിയതാണോന്നും എനിക്കറിയില്ല. ഒരു പൊട്ടിപ്പെണ്ണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഭാര്യ. ഈ ഒരു 4-5 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ അന്നൊക്കെ ഒരുപാട് ആളുകളോട് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ദൂരം കൊണ്ട് എനിക്കൊരു കംഫർട്ട് കുറവ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനിയും കാരണം കൊണ്ടാണ്. എനിക്കത് ഫീൽ ചെയ്തിരുന്നു. ശരിക്കും ഞെട്ടലാണ് എനിക്കന്ന് വന്നത്. ഞാൻ എന്താണോ ഭയന്നത് അത് അതുപോലെ ആ പത്രവാർത്തയിൽ വന്നപ്പം. ആ പത്രവാർത്ത വന്നു, അത്യാവശ്യം വാർത്ത റീച്ച് ആയിട്ടുണ്ട്. ഞാൻ ഒക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളെ പോസ്റ്റുകൾ അന്ന് ഈ ഏകദേശം സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് പോയി. ഇന്നലെ ഈ കുട്ടി മരിച്ചതിന് ശേഷം വീണ്ടും ആ നാട്ടിൽ നിന്ന് ഒരു ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു മരണം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അതുപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പത്രം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ്. ഈ അധ്യാപകൻ കാരണമാണ് നിരന്തരമായിട്ട് അയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ. ഇന്ന് ആ കുട്ടിന്റെ സഹോദരിന്റെ ലൈവൊക്കെ കണ്ടു. ഈ അമ്മ അത് പറഞ്ഞ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം അവിടെ ഒരു മരണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കരാട്ടെ മാസ്റ്ററായി സിദ്ദീഖ് അലിയെ പറ്റി പറയാനാണെങ്കിൽ അയാൾ ഇപ്പം ഈ മരിച്ച പെൺകുട്ടിയായാലും അല്ലെങ്കിൽ അവരുടെ കൂടെ കരാട്ടെ പഠിക്കാൻ വരുന്ന കുട്ടികളോടായാലും മോശമായ രീതിയിലാണ് പെരുമാറുകയും ശരീരത്തെ പിടിച്ചുകൊണ്ടുള്ള അവരുടെ ബ്രസ്റ്റിലും അവരുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പിടിച്ചുമൊക്കെയാണ് ഈ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു കുട്ടി അത് പറയുന്നതും ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് വയ്ക്കാം. ഞാനൊരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞ് ആദ്യം പേരൻസിൻ്റെ വിശ്വാസമാണ് നേടിയെടുക്കുക. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കും, ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളെ പോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും, ഞാൻ പരമഗുരുവാണ്, ശരീരവും മനസ്സും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ, ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങളുടെ കരാട്ടെ ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഇതാ പറയുന്നത്. ഫസ്റ്റ് നെഞ്ചത്തിൽ കൈ വെച്ച്, ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട്, നെഞ്ചത്തെന്ന് പറയാൻ പറ്റില്ല, ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും, ഞാൻ ബ്രസ്റ്റിൽ കൈ വെക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മനസ്സറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്, ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ. ശരിയായ കളി എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. പിന്നെ പതുക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മൂപ്പരെ കൈയെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയായിട്ടൊരു സ്ഥലം ഇല്ലയെന്ന് എനിക്ക് തുറന്ന് പറയാം. ഈ പരമഗുരു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ദിവസം അവിടെ ഒരു മിസ്സുണ്ട്, മിസ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു, ഈ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചു. മിസ് ലിപ്പിൽ കിസ് ചെയ്ത്. ഇത് കണ്ടിട്ട് ഞങ്ങളോട് സാർ പറയാ, ഇങ്ങനെ ആവണം നിങ്ങളും. പരാതി കൊടുക്കുന്ന കേസിൽ വരെ എത്തി. പിന്നീട് എന്താ സംഭവിച്ചത്? ഇത് ഭീഷണി ഉണ്ടായിരുന്നു ഈ അധ്യാപകനിൽ നിന്ന്? അധ്യാപകന് ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അധ്യാപകൻ്റെ പക്ഷം നിന്നിൻ്റെ വക്കീൽ ഞങ്ങളെ ഇപ്പനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പനോട് പറഞ്ഞ്, ഞാൻ മൂപ്പര മോന് വളർന്നു വരുന്നൊരു കുട്ടിയാണ്, ഏകദേശം എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ്, അപ്പോൾ നിങ്ങളുടെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്, അപ്പോൾ പോരിനെ വയ്ക്കുന്നോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റൂല കേട്ടോ എന്നൊരു ഡയലോഗ്
ഒരു വക്കീൽ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഇടവണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഞാനവിടെ കളിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഏകദേശം ഓളും വന്നത്. ഇവളോടും പറയലുണ്ടായിരുന്നു, നിൻ്റെ ഉപ്പേനെ പോലെ എന്നെ കാണണം, ഉമ്മേനെ പോലെ എന്നെ കാണണം, നിനക്ക് നിൻ്റെ പേരൻസ് ആണോ അതോ ഞാനാണോ വലുത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അന്ന്. ഇപ്പോൾ ഈ ഇടവണ്ണപ്പാറയിലെ പെൺകുട്ടിയിൽ കൊലപാതകമാണെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് മറ്റു 2 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. മരിച്ചു കിടക്കുമ്പോൾ കുട്ടിക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് കണ്ടെത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? അത്തരത്തിൽ ഇയാളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു? ഇടപെടൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളുടെ സ്വഭാവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറം മൂപ്പര് ചെയ്യും. ഇത്തരത്തിൽ നേരത്തെയും നിരവധി പരാതികളാണ് ഈ അധ്യാപകന്റെ നേരെ ഉയർന്നിട്ടുള്ളത്. ഈ കേസ് പുതിയ പെൺകുട്ടിയുടെ ഇടവണ്ണപ്പാറയിലെ കുട്ടിയുടെ മരണത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന മറ്റു കുട്ടികളുടെയും മൊഴി അടുത്ത ഈ ദിവസം തന്നെ പോലീസ് എടുക്കും. ഇവൻ പരമഗുരു അല്ല, ഇവൻ പരമ ചെറ്റയാണ്. കാരണം വേറൊന്നും അങ്ങോട്ടല്ല. ഇതിപ്പോൾ ഈ കേസ് ഇപ്പോൾ നാളെ ഇങ്ങേരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടല്ല ഈ പെൺകുട്ടി മരിച്ചതെങ്കിൽ പോലും, പക്ഷേ ഞാൻ ഈ പറഞ്ഞ് മാറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയും പറയുന്നുണ്ട്, ഈ ശരീരത്ത് തൊട്ടിട്ടാണോ ട്രെയിൻ ചെയ്യിക്കുന്നത്. എത്രയോ കരാട്ട പഠിപ്പിക്കുന്നവരുണ്ട്, എത്രയോ ഈ ജിമ്മിലൊക്കെ പരിശീലനം കൊടുക്കുന്നവരുണ്ട്. അവരൊക്കെ ശരീരത്ത് അവിടെ ഇവിടെയും അവരുടെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്തിട്ടാണോ ട്രെയിൻ പഠിപ്പിക്കുന്നത്. ഇവൻ പരമഗുരു അല്ല, പരമനാറിയാണ് ഇവൻ. ഇങ്ങനെയൊക്കെ ഉള്ള അതും ഇപ്പം ഈ ഒരു വാർത്ത വന്നതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഞാനിവിടെ വെക്കാം. അതായത് ആ ഒരു കമൻറ്റിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ്, ഈ കമൻ്റ് ഇട്ട ആളുടെ ഹസ്ബൻഡും കുറേ പേര് ചേർന്ന് ഈ കരാട്ടെ സ്കൂൾ തുടങ്ങിയെടുത്ത് ഈ ഇതുപോലുള്ള പെൺകുട്ടികൾ പഠിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ശരീരത്ത് അനാവശ്യമായി തൊടുകയും പിടിക്കുകയും ചെയ്യുന്നതിനാൽ ഈ സിദ്ദീഖ് അലി എന്ന് പറയുന്ന ഈ നാറിയെ അവിടുന്ന് പറഞ്ഞു വിടുകയും അയാൾ പോയി ഒറ്റയ്ക്ക് പോയി വേറെ കരാട്ടെ സ്കൂൾ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആ കരാട്ടെ സ്കൂളിൽ പോയ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളോട് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് പറയുന്നത്, അതായത് ഈ കമൻ്റ് ഇട്ട ആളുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അവിടെ വിടരുത്, അയാൾ മോശമാണെന്ന് പറഞ്ഞത് കേൾക്കാതെയാണ് വീണ്ടും അവിടെ ഈ കരാട്ടെ പഠിക്കാനായിട്ട് ഈ പിള്ളേരെ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ ഒരു കണക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രക്ഷകർത്താക്കൾ ഒരു രീതിയിലും ഇങ്ങനെയുള്ളവന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയല്ല, ഈ കരാട്ടയ്ക്കൊക്കെ പഠിക്കാൻ കൊണ്ട് ചെല്ലുന്ന ആൾക്ക് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെന്ന് തന്നെ നേരത്തേർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കൂടെ ചെന്നിരിക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അനുഭവപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് പറഞ്ഞത് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അത് ചോദിച്ചറിയാനോ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ തിരക്കി അറിയാനോ ശ്രമിക്കാത്ത ഈ രക്ഷകർത്താക്കളെയും കൂടെയാണ് ഒരു കണക്കിൽ ഇതിൽ പ്രതി ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നലെ മരിച്ച ആ പെൺകുട്ടി ഇതിനു മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സഹ അധ്യാപകനോട് പറയുന്നുണ്ട്, എനിക്കിതുപോലെ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട അനുഭവം അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അധ്യാപകർ ഇപ്പോൾ പെടുമെന്നുറപ്പായപ്പോൾ അവർ വന്ന് മീഡിയക്കാരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അത് അന്നേ അത് പറഞ്ഞ് തിരുത്താനുള്ളതിന് ഇതൊന്നും തിരുത്തുകയോ എടുക്കുകയോ ചെയ്യാതെ എടവണ്ണപ്പാറയിലെ +1 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ വെളിപ്പെടുത്തലുമായി സ്കൂൾ അധ്യാപകർ. കരാട്ടെ അധ്യാപകനായ സിദ്ദിഖ് അലി പീഡിപ്പിക്കുന്ന കാര്യം കുട്ടി പറഞ്ഞിരുന്നുവെന്നും പീഡനത്തെ തുടർന്നാണ് കുട്ടി പഠനം അവസാനിപ്പിച്ചതെന്നും അധ്യാപകർ വെളിപ്പെടുത്തി. അതിനിടെ സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ വാഴക്കാട് പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടി. എടവണ്ണപ്പാറ സ്വദേശിയായ പെൺകുട്ടിയെ ചാലിയാറിന്റെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി 6 ദിവസം പിന്നിടുമ്പോഴാണ് സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. പെൺകുട്ടി +1 പഠിച്ചിരുന്ന കോഴിക്കോട്ടെ സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാണ് നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന പെൺകുട്ടി ഏതാനും മാസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു കടന്നുപോയത്. കാര്യം തിരക്കിയപ്പോഴാണ് കരാട്ടെ അധ്യാപകനായ സിദ്ദിഖ് അലിയിൽ നിന്നും പീഡനം നേരിടേണ്ടി വന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞതെന്ന് പെൺകുട്ടിയുടെ ക്ലാസ് അധ്യാപകൻ വെളിപ്പെടുത്തി. പോലീസിലെത്തി ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോവുകയാണ്, ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക്. ഡിസംബറിൽ അർദ്ധവാർഷിക പരീക്ഷ 2 പേപ്പറുകൾ എഴുതിയ പെൺകുട്ടി 3ാമത്തെ പരീക്ഷ പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് പോയതാണ്. പിന്നീട് വരാത്തതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് പഠനം നിർത്തിയെന്നറിയിച്ച് സഹോദരി സ്കൂളിലെത്തി TC വാങ്ങിയത്. ഇക്കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. കുട്ടി വളരെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ TC ഒക്കെ കൊടുത്തത്. അത്രയും പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാത്ത കേസിൽ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുട്ടിക്ക് TC കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത്.
അതിനിടെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാഴക്കാട് ഇൻസ്പെക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നെന്ന് വേണം പറയാൻ. പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് തോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം രണ്ടാമത്തെ മോളും ഞാനും സെയിം ഏജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ. അപ്പം അവർക്ക് പിന്നീട് ഒരു പോസ്കോ കേസിൽ അകത്തായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവുകയും അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പർസനെടുത്തു എന്നോട് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ഇപ്പോൾ ഈ പ്രതികരിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നും അത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊട്ടിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഈ കേസ് ഇപ്പോൾ അഥവാ ഇയാളല്ല അത് ചെയ്തതെങ്കിലും ഇവനെ വെറുതെ വിടരുത്. കാരണം എന്തുകൊണ്ടാണ് ഈ കൊച്ചുങ്ങൾക്കുള്ള ബ്രസ്റ്റിലും അവിടെ എവിടെയൊക്കെ കയറി പിടിക്കാനും വലിക്കാനും ഒന്നും ഒരാൾക്കും അതിനുള്ള അനുമതി ആരും കൊടുത്തിട്ടില്ല. അത് തന്നെയുമല്ല, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ മരണത്തോടനുബന്ധിച്ച് സിദ്ദീഖ് അലി എന്ന് പറയുന്ന ഈ ഒരു പരമചെറ്റയോട് ഒരു നിയമ ആനുകൂല്യങ്ങളും കാണിക്കരുതെന്നാണ് പറയാനുള്ളത്. അവനവന് സ്വന്തമായിട്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ ഇതുപോലെ കരാട്ടെ ക്ലാസ്സിന് പോകുന്നു. പക്ഷെ അതിന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പറ്റിയില്ല. SSLCക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് മേടിച്ചൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഈ കരാട്ടെ ക്ലാസ്സിന് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഇതുപോലുള്ള ഈ സാറന്മാർ തന്നെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നമ്മുടെ മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഈ സാറന്മാർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ആരോടാണ് പരാതി പറയേണ്ടുള്ളത്? ഒരു രീതിയിലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല.